ഒരു മൊബൈൽ മേടിക്കാൻ പോകുന്ന ആളുകളെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. അതിൽ ഒന്നാമത്തെ ആളുകളാണ് ആഗ്രഹത്തിന്റെ പുറത്ത് മേടിക്കാൻ പോകുന്ന ആളുകൾ. ഇപ്പോൾ ഒരു iPhone 16 അല്ലെങ്കിൽ 17 ഇറങ്ങി, അതിന്റെ ക്യാമറയോ ബാറ്ററി ലൈഫോ ഒന്നും നോക്കേണ്ട കാര്യമില്ല, എനിക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ ആ ഒരു ഫോൺ മേടിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ ആളുകൾ. രണ്ടാമത്തെ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവന്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി. ഇപ്പൊ ക്യാമറയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, അപ്പൊ അല്ലെങ്കിൽ ക്യാമറ ഫോണിലേക്ക് നീങ്ങി, അല്ലെങ്കിൽ ബാറ്ററി ലൈഫാണ് കൂടുതൽ വേണ്ടത്, അപ്പൊ അങ്ങനെയുള്ള ഒരു ഫോൺ ചൂസ് ചെയ്ത് അങ്ങനെ മേടിക്കുന്നവരാണ് രണ്ടാമത്തെ ആളുകൾ. ഇനി മൂന്നാമത്തെ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെയിൽസ്മാൻ്റെയോ അല്ലെങ്കിൽ ഒരു യൂട്യൂബറിന്റെ ഒക്കെ റിവ്യൂ കാര്യങ്ങളൊക്കെ വിശ്വസിച്ച് പോയി മേടിക്കുന്ന ആളുകളെ നമുക്ക് മൂന്നാമത്തെ ആളുകളിൽ പെടുത്താൻ സാധിക്കും. അപ്പൊ ഇതിലേതിലും നിങ്ങൾ പെട്ടോട്ടെ, 10 വർഷം മുന്നേ ഗൂഗിള് ഇത്തരത്തിലുള്ള ഒരു ഐഡിയ ചിന്തിച്ചേർന്നു. ഈ ഒരു 3 സെക്ഷനിൽ ഏതി പെട്ട ഒരു വ്യക്തിയാണെങ്കിലും ആ ഒരു ഗൂഗിളിന്റെ ഫോൺ എടുക്കുന്നതിലൂടെ ഇവർക്ക് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷിച്ച് ഗൂഗിള് ഇൻവെന്റ് ചെയ്ത ഒരു പ്രൊജക്റ്റ് ആയിരുന്നു ഗൂഗിൾ ആര എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ്. എന്താണെന്ന് ഈ പ്രൊജക്റ്റ് എന്നും എങ്ങനെയാണ് ഈ ഒരു പ്രൊജക്റ്റിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇത് ഫെയിൽ ആയ എന്നുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഈ ഒരു പ്രൊജക്റ്റിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറിന് കൊടുക്കേണ്ടത് ജസ്റ്റ് ഒരു മൊബൈൽ ഫോൺ ആയിരിക്കരുത് എന്നുള്ളൊരു ഉദ്ദേശത്തിന്റെ പുറത്താണ്. നമ്മളിപ്പോൾ ഒരു മൊബൈൽ ഫോൺ മേടിക്കുമ്പോൾ ഒരു ക്യാമറ ഉണ്ടാവും, ഒരു ഡിസ്പ്ലേ ഉണ്ടാവും, ബാറ്ററി ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റോറേജ് പാനൽ, എല്ലാ കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടാണ് ഒരു മൊബൈൽ ഫോൺ നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഈ ഒരു മൊബൈൽ ഫോണിലുള്ള ഒരു സ്റ്റോറേജ് 128 GB ആണെങ്കിൽ നമ്മൾ എത്ര പേര് അത് അപ്ഗ്രേഡിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും? അപ്പോൾ ഫസ്റ്റ് മുന്നോട്ട് വെച്ചൊരു ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അതിപ്പോൾ ക്യാമറയുടെ കാര്യത്തിലായിക്കോട്ടെ, സ്റ്റോറേജിന്റെ കാര്യത്തിലായിക്കോട്ടെ, ബാറ്ററിയുടെ കാര്യത്തിലായിക്കോട്ടെ, ഡിസ്പ്ലേ ആയിക്കോട്ടെ, എന്തും അപ്ഗ്രേഡ് ചെയ്യുക, മാക്സിമം എക്സ്ട്രീമിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ആദ്യം തന്നെ ഇവർ ഉദ്ദേശിച്ചത്. ഇനി നിങ്ങൾക്ക് നിങ്ങളെ ക്യാമറ കാര്യങ്ങളൊക്കെ നോക്കുന്നില്ല, നിങ്ങൾക്ക് ബാറ്ററി ലൈഫാണ് കൂടുതൽ വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഈ ഒരു ആര എന്ന് പറയുന്ന ഒരു ഫോണിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമറ ഒഴിവാക്കിയിട്ട് കംപ്ലീറ്റ്ലി ആ ഒരു സ്ഥലത്തേക്കും ബാറ്ററി കാര്യങ്ങളൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ കംപ്ലീറ്റ് കസ്റ്റമൈസേഷനും കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ നമുക്ക് ചേഞ്ചസ് വരുത്തുന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ചേഞ്ചസ് വരുത്തി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസ്പ്ലേസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന രീതിയിലായിരുന്നു അവർ ഇതിനെ ഇൻവെന്റ് ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. മൂന്നാമതായിട്ട് ഇവർ ഉദ്ദേശിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം വേസ്റ്റ് കാര്യങ്ങളൊക്കെ കുറയ്ക്കുക എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു ഇവർ മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചത്. ഇപ്പൊ തന്നെ iPhone 16 കാര്യം നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം, iPhone 15 എന്തോരം ചേഞ്ചസ് ആണ് ഈ ഒരു 16ലേക്ക് വന്നേക്കുന്നത്. അപ്പൊ ഈ ഒരു ചേഞ്ചസ് ഒക്കെ ഒരു മൊബൈൽ ഫോണിൽ നിന്ന് മറ്റൊരു മൊബൈൽ ഫോണിലേക്ക് മാറുന്നതിന് പകരം ഒരു ചിപ്സെറ്റോ അല്ലെങ്കിൽ ഒരു ക്യാമറയുടെ ഒരു അപ്ഗ്രേഡോ മാത്രം കൊടുത്തുകൊണ്ട് ലൈഫ് ലോങ് വരെ നമുക്ക് ഒരു മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ ഈ ഒരു പ്രൊജക്റ്റ് കാര്യങ്ങളൊക്കെ വന്നിരുന്നെങ്കിൽ പോസിബിൾ ആയേനെ. ഇനി എന്തുകൊണ്ട് ഗൂഗിൾ ഇത്രയും അടിപൊളിയായ ഒരു ഐഡിയന്ന് പിറകിലായിട്ട് പോയെന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 10 വർഷം മുന്നേ ആയിരുന്നു ഗൂഗിൾ ഈ ഒരു ഐഡിയ ഇൻവെന്റ് ചെയ്ത് കൊണ്ടത്. അതിൽ വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് ഈ ഒരു പ്രൊജക്റ്റ് ആരാക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തുള്ളൂ. ആ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു ഇൻട്രസ്റ്റിംഗ് തോന്നുന്ന രീതിയിലുള്ള ഒരു മൊബൈൽ ഫോൺ ബിൽഡ് ചെയ്യാൻ ആ ഒരു ടീമിന് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രൊജക്റ്റ് ഒഴിവാക്കിയത്. ഇനി ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിലും ചിപ്സെറ്റ്, കസ്റ്റമായിട്ടുള്ള ചിപ്സെറ്റ് കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യുക എന്നുള്ളത് വളരെയധികം ഡിഫിക്കൽട്ടി ആയിട്ടുള്ള പരിപാടിയായിരുന്നു. അതുപോലെ തന്നെ കസ്റ്റമായിട്ട് മേക്ക് ചെയ്യുമ്പോൾ വളരെയധികം എക്സ്പെൻസീവ് ആയ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് അത് ചേഞ്ച് ആവും എന്നുള്ളൊരു തോന്നൽ കൂടി ഈ ഒരു ഗൂഗിളിൽ ഉണ്ടായേക്കാം. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കണം ഈ ഒരു പ്രൊജക്റ്റിൽ നിന്ന് പുറകേട്ട് പോയേക്കുന്നത്. അതുപോലെ നമ്മൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം പോലെയൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐഫോൺ മേടിച്ച് അല്ലെങ്കിൽ ഒരു സാംസങ് S24 മേടിച്ച് അത് ഒന്ന് അൺബോക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് ഈ ഒരു അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ കൺഫ്യൂഷൻ ആണ്. ഒരു PC യൂസറിനെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. PC അപ്ഗ്രേഡ് ചെയ്യുന്ന പോലെ ആ ഒരു ഫീൽ എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. അതുപോലെ തന്നെ മറ്റുള്ള മൊബൈൽ ഫോൺ കമ്പനികളെ പറ്റി ചിന്തിച്ചു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ ഇതുപോലുള്ള ഒരു ഇൻവെൻഷൻ കൊണ്ടുവന്നു ഒരു മൊബൈൽ ഫോൺ മാർക്കറ്റിലേക്ക് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അത് എത്രത്തോളം കാലം നിൽക്കും എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. ചിലപ്പോൾ ഈ 10-25 വർഷം, ചിലപ്പോൾ ഒരു ലൈഫ് ലോങ് കാര്യങ്ങളൊക്കെ അവർക്ക് മറ്റൊരു മൊബൈൽ ഫോൺ വിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സിറ്റുവേഷനിലേക്കൊക്കെ വന്നിരിക്കും. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്റ്റിനെ പറ്റിയുള്ള അഭിപ്രായം കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.